നമസ്കാരം. 5 തലമുറകളിലായി ആയിരങ്ങൾക്ക് തണലൊരുക്കിയ ആദ്യകാല ശബരിമല ഇടത്താവളം കൂടിയായ അടൂരിന് സമീപം തട്ടമങ്കുഴിയിലെ കളത്തട്ടിന് പറയാനുള്ളത് ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രം. സാമൂഹിക പ്രവർത്തകനായ മങ്കുഴി മണ്ണൂരേത്ത ഗോവിന്ദപിള്ളയ്ക്ക് അയ്യപ്പന്റെ അനുഗ്രഹത്താൽ പുത്രഭാഗ്യം നേടിക്കൊടുത്തതും കളത്തട്ടെന്നാണ് വിശ്വാസം. 1928 ഡിസംബർ 13 സമുദായാചാര്യൻ പന്നത്ത് പത്മനാഭൻ NSSന് രൂപം കൊടുത്ത് 1-ാം നമ്പർ തട്ടയിൽ കരയോഗം സ്ഥാപിക്കുമ്പോൾ അതിനായുള്ള പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിലുണ്ടായിരുന്ന മണ്ണൂരേത്ത ഗോവിന്ദപിള്ളയാണ് മങ്കുഴി വരട്ടുചിറയിൽ കളത്തട്ട് എന്ന ഈ വഴിയമ്പലം സ്ഥാപിച്ചത്. അയ്യപ്പ ഭക്തനായിരുന്ന ഗോവിന്ദപിള്ളയ്ക്ക് ധാരാളം സമ്പത്തുണ്ടായിരുന്നെങ്കിലും മക്കളില്ലാത്ത ദുഃഖം അദ്ദേഹത്തെ ഏറെ അലട്ടിയിരുന്നു. അക്കാലത്ത് തട്ട അടൂർ റോഡിന്റെ സ്ഥാനത്ത് ഒരു നടവഴി മാത്രമാണ് ഉണ്ടായിരുന്നത്. ശബരിമല തീർത്ഥാടകർക്കും മറ്റും യാത്രക്കിടെ വിശ്രമിക്കാൻ ഏറെ പ്രയാസപ്പെടുന്നത് മനസ്സിലാക്കിയ ഗോവിന്ദപിള്ള അയ്യപ്പ ഭക്തർക്ക് വിശ്രമിക്കാനായി വരട്ടുചിറയ്ക്ക് സമീപം ഈ കളത്തട്ട് നിർമ്മിക്കുകയായിരുന്നു. കളത്തട്ടിന് സമീപം ഒരു കിണറും ചുമട് താങ്ങിയും യാത്രക്കാർക്ക് സംഭാരം നൽകാനായി വലിയൊരു തോണിയും അദ്ദേഹം നിർമ്മിച്ചു നൽകി. കളത്തട്ട് നിർമ്മിച്ചതിന് പിറ്റേ വർഷം വൃശ്ചികമാസത്തിൽ തന്നെ ഗോവിന്ദപിള്ളയ്ക്കൊരു ആൺകുഞ്ഞ് പിറന്നു. അതും ശബരിമല അയ്യപ്പന്റെ തിരുനാളായ ഉത്രം നാളിൽ. മണ്ണൂരേത്ത ഗോവിന്ദപിള്ളയ്ക്ക് അയ്യപ്പൻ അനുഗ്രഹത്താൽ പിറന്ന G. നാരായണപിള്ളയുടെ മൂത്തമകനായ N. സുരേഷ് ബാബുവാണ് ഇന്ന് മണ്ണൂരേത്ത കുടുംബത്തിലെ കാരണവർ. പതിറ്റാണ്ടുകളോളം മണ്ണൂരേത്ത് കുടുംബം കളത്തട്ടിൽ വിശ്രമിക്കാൻ എത്തുന്ന അയ്യപ്പ ഭക്തർക്കും മറ്റ് യാത്രക്കാർക്കും സംഭാരവും നെല്ലിക്ക ഉപ്പിലിട്ടതും നൽകിയിരുന്നു. ഇതിനായി ധാരാളം പശുക്കളുള്ള ഒരു ഗോശാലയും ഒരു നെല്ലിത്തോട്ടവും കുടുംബം പരിപാലിച്ചിരുന്നതായും ഇവ വിതരണം ചെയ്യുന്നതിനായി 2 ജോലിക്കാരെ ഇവിടെ നിയോഗിച്ചിരുന്നതായും സുരേഷ് ബാബു പറഞ്ഞു. പിന്നീട് റോഡ് വികസനം വന്നപ്പോൾ ചിറയുടെ സമീപത്തെ ആലിൻചുവട്ടിലേക്ക് കളത്തട്ട് മാറ്റി സ്ഥാപിച്ചു. തന്റെ ചെറുപ്പക്കാലത്ത് ശബരിമല തീർത്ഥാടകർക്ക് പുറമെ പ്രസിദ്ധമായ ഓമലൂർ വയൽ വാണിഭത്തിനെത്തിയെന്നവർക്കും കളത്തട്ട് അഭയകേന്ദ്രമായിരുന്നുവെന്നും പ്രദേശവാസിയായ വിജയൻ പിള്ള ഓർക്കുന്നുണ്ട്. പിൽക്കാലത്ത് കാൽനടയാത്ര ഇല്ലാതാവുകയും തൊട്ടടുത്ത ഒരു ഇപ്പുറത്ത് ഭഗവതി ക്ഷേത്രത്തിന് സമീപം ശബരിമല ഇടത്താവളം സജീവമാവുകയും ചെയ്തതോടെ ശബരിമല തീർത്ഥാടകരുടെയും യാത്രക്കാരുടെയും വരവ് കുറഞ്ഞു. ചുമട് താങ്ങിയും സംഭാരം നിർമ്മിക്കുന്ന തോണിയും കാലപ്പഴക്കത്താൽ നശിച്ചു. എന്നാൽ കളത്തട്ടിനെ പഴയ തലമുറ സംരക്ഷിച്ച് നിലനിർത്തി. സായാഹ്നങ്ങളിൽ അരയാൽ മരത്തിന്റെ ശീതളഛായയിൽ ജനസമൃദ്ധമായ വരട്ടുചിറയിൽ നിന്നുള്ള തണുത്ത കാറ്റുകൊള്ളാനും സൗഹൃദം പങ്കിടാനും ഇവിടെ പ്രദേശവാസികൾ ഒത്തുകൂടും. 5 തലമുറകളുടെ ജീവിതത്തിനും മധ്യ തിരുവിതാംകൂറിലെ നവോത്ഥാന ചരിത്രത്തിനും സാക്ഷിയായ കളത്തട്ട് ജോലി സംബന്ധമായും മറ്റും ദൂരദേശങ്ങളിലേക്ക് പോയാലും തട്ടനിവാസികൾക്കെന്നും ഗൃഹാതുരത്വമുണർത്തുന്ന ഓർമ്മയാണ്. ഇപ്പോഴേ ഈ പ്രദേശത്തുള്ള നല്ലവരായ ആൾക്കാരും എല്ലാവരും കൂടി അത് സംരക്ഷിച്ചു പോരുന്നുണ്ട്. ഇത്രയും 100 വർഷം കഴിഞ്ഞിടയ്ക്കും അത് നന്നായി പരിപാലിച്ച് പോകുന്നുണ്ട്. ഇപ്പോഴും അയ്യപ്പ ഭക്തന്മാർ ഇവിടെ വിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്.